നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഇന്നിപ്പോൾ ഇതാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം ശ്രദ്ധേയമാണ്. വടകരയിൽ സിറ്റിംഗ് എം പിയായ കെ മുരളീധരൻ തൃശൂരിൽ വന്ന് മത്സരിക്കാൻ പോകുന്നു. ഇന്നലെ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാളയം വിട്ട് ബി.ജെ.പിയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ അതിന്റെ അലയൊലികൾ അടങ്ങും മുൻപെയാണ് അതിന് മീതെ കൂടി കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. വടകരയിൽ മത്സരിക്കാൻ വരുന്നത് പാലക്കാട്ടെ എം.എൽ.എ ആയ ഷാഫി പറമ്പിലാണ്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ എന്ന ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി നേരിട്ട് വന്ന് മത്സരിക്കാൻ പോകുന്നു. നിലവിൽ രാജ്യസഭാ എം പിയായ 2026 വരെ രാജ്യസഭയിൽ ഇനിയും തുടരാൻ കഴിയുന്ന കെ.സി. വേണുഗോപാൽ അത് ഉപേക്ഷിച്ച് ആലപ്പുഴയിലേക്ക് വരികയാണ്. അവിടെ വിജയിച്ചാൽ അദ്ദേഹത്തിന് രാജ്യസഭാ എം പി സ്ഥാനം ഒഴിയാം. പക്ഷെ പിന്നെ പകരം ഒരു രാജ്യസഭാ എം പിയെ വിജയിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ രാജസ്ഥാനിൽ എം പിയായ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് പകരക്കാരനെ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല എന്ന ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ട് എന്നുകൂടി എടുത്തു കാണേണ്ട കാര്യമാണ്. കോൺഗ്രസിന്റെ ഈ കരുനീക്കങ്ങൾ, കരുക്കളെ മാറ്റി വെച്ചുള്ള ഈ കളി, ഈ സർപ്രൈസ് എൻട്രികൾ ഈ മത്സര ചിത്രത്തിനകത്ത് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ. കെ.സി. വേണുഗോപാൽ വരുമ്പോൾ, രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ, കെ മുരളീധരൻ വടകര വിട്ട് തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ട് ത്രികോണ മത്സരത്തിന് കൂടുതൽ തീ പിടിപ്പിക്കുമ്പോൾ മത്സര ചിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്താണ്, ഇമ്പാക്റ്റ് എന്താണെന്ന് ഈ ചർച്ചയിലോടൊപ്പം കെ.പി. നൌഷാദ് അലി കോൺഗ്രസ് നേതാവ്, കെ.ടി. കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്ന്, പ്രിന്റു മഹാദേവ് BJP-യിൽ നിന്നുള്ള പ്രതിനിധി എന്നിവരാണ്. ആദ്യം കെ.പി. നൌഷാദ് അലി, ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള ഈ പ്രഖ്യാപനത്തിൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ല, ഇതെല്ലാം നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ട സംഗതിയാണ്. പക്ഷേ നോക്കൂ, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സംഭവിക്കുന്ന സംഗതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരും. വിജയിച്ചാൽ ജയിക്കുമെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ BJP-ക്ക് ഒരു MP കൂടി അധികമായി രാജ്യസഭയിൽ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് അതിനെ തടുക്കാൻ കഴിയില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, BJP-ക്കും രാജ്യസഭയിൽ ഒരു സീറ്റ് കൂടിയാലും വേണ്ടില്ല, ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിൽ മത്സരിക്കാൻ ഒരു സീറ്റ് വേണം എന്ന പ്ലാനിലാണോ നിങ്ങൾ നിങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്? നിഷാദ, ഇവിടെ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഗൗരവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ശ്രീ കെ.സി. വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിട്ട് രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ മുൻനിർത്തിയല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവസാനത്തെ സീറ്റും കോൺഗ്രസ് നേടിയെടുത്തുകൊണ്ട് വലിയ നമ്പറിലേക്ക് വന്ന് ഈ രാജ്യത്തൊരു ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്ന വലിയ ഒരു ലക്ഷ്യവുമായി ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ ഒരു പോസിറ്റീവായ സമീപനം, വലിയൊരു ആത്മവിശ്വാസം, വലിയ ഗൗരവം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതിനെ തെരഞ്ഞെടുപ്പാനന്തര കാലത്തെ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം വന്ന് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഒരു വോട്ട് കൂടുതൽ പാർലമെന്ററി പാർട്ടിയിൽ കോൺഗ്രസിന് ലഭിക്കുക എന്ന വലിയ ഉദ്ദേശം മുൻനിർത്തിയാണ് ഞങ്ങൾ അത്തരത്തിലൊരു പോസിറ്റീവ് സമീപനമാണ് ആ വിഷയത്തിൽ എടുത്തത്. അതൊക്കെ സമ്മതിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആലപ്പുഴയിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ കെ.സി. വേണുഗോപാൽ അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ താങ്കളും സമ്മതിക്കാനിടയുള്ള കാര്യമല്ലല്ലോ. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു മാറ്റവും വരാൻ പോകാത്ത ഒരു ഹൗസാണ് രാജ്യസഭ. അവിടെ ഇനി BJP ലാർജസ്റ്റ് പാർട്ടി ആവാൻ അവർക്ക് 1, 2, 3, 4 എങ്ങാണ്ട് MP-മാരെ കിട്ടിയാൽ മതി. അത്രയും എഡ്ജിൽ നിൽക്കുന്ന സമയത്ത് BJP ഒരു MP-യെ കൂടി എടുത്ത് പാർലമെന്റിലെ രാജ്യസഭയിലെ വലിയ കക്ഷി ആയിക്കോട്ടെ എന്ന അങ്ങേയറ്റം ഇറസ്പോൺസിബിളായ സമീപനം ഇവിടെ കെ.സി. അല്ലാത്ത ആളുകളെയും മത്സരിക്കാൻ കിട്ടുമായിരുന്നിട്ട് കൂടി മോദി രാജ്യസഭയിൽ എണ്ണം കൂട്ടിക്കോട്ടെ എന്ന അങ്ങേയറ്റം നിരുത്തരവാദ സമീപനം സ്വീകരിക്കുകയല്ലേ കെ.സി. വേണുഗോപാലിന്റെ കോൺഗ്രസ്? അതായത് ഇവിടെ ഒരു പൂച്ച എലിയെ പിടിച്ചു തിന്നാൽ സ്വാഭാവികമായിട്ട് എലിയുടെ ഒരു ദുരിതാവസ്ഥയെക്കുറിച്ച് പഴിക്കുന്ന, സങ്കടപ്പെടുന്ന കുറെ പേരുണ്ടാവും. പൂച്ചയുടെ വിശപ്പ് മാറിയല്ലോ എന്ന് ആശ്വസിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നിഷാദ് നിർഭാഗ്യവശാൽ ഇവിടെ ആ പൂച്ചയുടെ വിശപ്പ് മാറിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അതിന് എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ നിന്ന് മോദിയെ പുറത്താക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ ആ ലക്ഷ്യത്തിന് മുന്നിൽ മറ്റൊന്നും
ഒന്നും പ്രസക്തമല്ല. അവിടെ എങ്ങനെ കോൺഗ്രസിന് പരമാവധി എംപിമാരെ ഉണ്ടാക്കാം എന്നുള്ള നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. കെ.സി. വേണുഗോപാലിനെ പോലെ ഒരാൾ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കാതെ ആലപ്പുഴ തിരികെ കിട്ടില്ല ഏകോപനത്തിലേക്ക് പോവുകയാണ് എന്നതിലേക്ക് നിങ്ങൾ എത്തിയതിന്റെ ഭാഗമാണ് കെ.സിയുടെ സ്ഥാനാർത്ഥിത്വം. അല്ല, ഞങ്ങള് ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഒരു പിഴവ് പോലും സംഭവിക്കരുത് എന്ന നിലയിലാണ് രാജ്യമെങ്ങും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോ തമിഴ്നാട്ടിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം പ്രവചിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് പ്രതിപക്ഷ പാർട്ടിയാകാൻ വേണ്ട, മുഖ്യ പ്രതിപക്ഷമാകാൻ വേണ്ട എണ്ണത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നില്ല. ഞങ്ങൾ ഏതായാലും ഈ കടങ്കഥകളെയൊക്കെ മായ്ച്ചു കളഞ്ഞ് ഒരു പുതിയ ചരിത്രം രചിക്കാനുള്ള വലിയ ഒരു ചാൻസ് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വിന്നിംഗ് പോസിബിലിറ്റി ഉള്ള ആളുകളെ ചൂസ് ചെയ്തു. അങ്ങനെ വന്നു പറയുകയാണ് താങ്കൾ. ഞാൻ നിഷ്കളങ്കമായി നോക്കി അതങ്ങ് എടുക്കാം കേട്ടോ. രണ്ടാമത്തെ കാര്യം, കെ മുരളീധരനെ എല്ലാവരും സിറ്റിംഗ് എംപിമാർ അവരവരുടെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കെ മുരളീധരനെ പൊടുന്നനെ ഒരു രാത്രി തൃശ്ശൂരിലേക്ക് മാറ്റിക്കളയാമെന്ന് തീരുമാനിക്കുന്നത്, തൃശ്ശൂരിൽ പത്മജ ഇറങ്ങിപ്പോയത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയ്ക്ക് മേലെ വലിയ നിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. അത് മറികടക്കാൻ മുരളി വരാതെ രക്ഷയില്ല, അല്ലെങ്കിൽ അവിടെയല്ല പലയിടത്തും തോക്കും എന്ന ഭയം നിങ്ങളെ പിടികൂടിയത് കൊണ്ടാണോ ശ്രീ നൗഷാദ് അലി? നിഷാദെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ദോഷൈക ദൃക്കിനെ പോലെ അല്ല ചിന്തിക്കേണ്ടത്. ഏതായാലും കെ മുരളീധരൻ തൃശ്ശൂരിൽ വന്നതോടുകൂടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന BJPയുടെ മോഹം അതിനുമേൽ വലിയ കരിനിഴലാണ് പരന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മുരളീധരൻ എന്നത് ഒരു ജയൻ കില്ലറാണ്. അദ്ദേഹം കേരളത്തിൽ എവിടെയും മത്സരിപ്പിക്കാവുന്ന, BJPയെ എവിടെയും തറപ്പറ്റിക്കാൻ ഉതകുന്ന വ്യക്തിത്വമുള്ള, രാഷ്ട്രീയ മേന്മയും മികവുമുള്ള ഒരു വലിയ പരിവേഷമുള്ള ഒരു വ്യക്തിയായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുമ്പും ഒക്കെ മാറിക്കഴിഞ്ഞു വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ. അദ്ദേഹം തൃശ്ശൂരിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ഞങ്ങൾ കരുതി വെച്ചൊരു പൂഴിക്കടകൻ തന്നെയാണ്. അതൊരു ട്രംപ് കാർഡാണ്. അവിടെ ഞങ്ങൾ വിജയം നേടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയും വളരെ സജീവമായിട്ട് കളത്തിലുണ്ട്. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലൂടെ BJPക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാകരുത് എന്ന സതുദ്ദേശം മുൻനിർത്തി ഞങ്ങൾ നടത്തിയ വളരെ ടൈംലി ആയ ഒരു രാഷ്ട്രീയ നീക്കമാണത്. പത്മജയെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞു. അവരുടെ കൂടെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഇന്നലത്തെ ചർച്ചയിൽ നിങ്ങളൊക്കെ തന്നെ ഇവിടെ സ്ഥാപിക്കുകയും തെളിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും ഇനി ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ കെ.സി. വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിന് തുല്യമായിട്ട് അവസാനവട്ട മിനുക്ക് പണികളുടെയും ഏകോപനത്തിന്റെയും അവലോകനത്തിന്റെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട സുചിന്തിതമായ, വളരെ കൃത്യമായ, ക്ലിപ്തമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. നമുക്ക് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ ഈ നീക്കങ്ങളുടെയൊക്കെ പരിസമാപ്തി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഏതായാലും ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഈ മണ്ണെണ്ണ ഒഴിക്കുന്ന പണി ഒന്ന് നിർത്തിവെക്കണം. ഇതിലേക്ക് ഒന്ന് പോസിറ്റീവായിട്ട് കണ്ട് അവരോടൊക്കെ ഒരു അനുഗ്രഹാശിസുകളുടെ ഭാഷയിൽ സംസാരിച്ച് അവരെയൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് യാത്രയാക്കണമെന്ന എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഞാനിരിക്കുന്ന പറ്റാത്ത പ്രശ്നമുണ്ട്. അത് നമുക്ക് വിടാം. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ വിമർശനാത്മകമായ ചോദ്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ്. നരേറ്റീവിനെ വളരെ ഭംഗിയായിട്ട് പൊളിക്കാൻ കഴിവുള്ള ആളാണ് താങ്കൾ. അതാണ് എന്റെ അഭ്യർത്ഥന. നരേറ്റീവുകളെ ഭംഗിയായി പൊളിക്കാൻ കഴിവുള്ള ആളാണ് താങ്കൾ. താങ്കൾ അത് ചില്ലറക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ അവകാശമുണ്ട്. ഞാൻ സ്വീകരിച്ചു. അല്ല, നിങ്ങളുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനാണല്ലോ ഈ പാനൽ താങ്കളുടെ ഉത്തരവാദിത്വം. ഞാനൊരു നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തോന്നുന്നു താങ്കൾ എക്സ്പോസ് ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി വീണ്ടും വരികയാണ് വയനാട്ടിലേക്ക്. അപ്പൊ രാഹുൽ ഗാന്ധി ഷുവർ സീറ്റായ വയനാട്ടിലും തോറ്റുപോയേക്കാം എന്ന ഭീതിയുള്ള അമേഠിയിൽ കൂടിയാണോ മത്സരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തവണത്തെ അതേ ആവർത്തനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നത് ഇത്തവണത്തെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു അസ്വാഭാവികമായിട്ട് കാണേണ്ടതില്ല. 2019 സംബന്ധിച്ചിടത്തോളം അത് വലിയ നാടകീയത നിറഞ്ഞ, സസ്പെൻസ് നിറഞ്ഞൊരു തീരുമാനമായിരുന്നു, വലിയ പുതുമയായിരുന്നു, ഒരു നവ്യാനുഭവമായിരുന്നു. പക്ഷേ അദ്ദേഹം സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ആ സിറ്റിംഗ് സീറ്റിലെ വോട്ടർമാരോട് അദ്ദേഹം പുലർത്തുന്ന ഒരു നീതിയായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരം,
വലിയൊരു ജനകീയ തരംഗം ഉണ്ടാക്കും എന്നൊക്കെ ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും പക്ഷെ കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലില്ലേ? ഞാനിപ്പോ കഴിഞ്ഞ തവണത്തെ അനുഭവം രാഹുൽ ഗാന്ധി ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന് മോദി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പം നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും നേരിട്ട് മുട്ടാൻ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു ലീഡർക്ക്, ഒരു ഫേസിന് ഉത്തരേന്ത്യയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്കറിയാമല്ലോ. ഐക്കൺസ് തമ്മിലുള്ള പോരാട്ടമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സ്ഥലത്ത് കേരളം പോലെയുള്ള ഒരു ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സ്ഥലത്താണോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡർ വന്ന് മത്സരിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ക്വസ്റ്റ്യൻ ഇല്ലേ? കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി ഇല്ലല്ലോ. നിഷാദേ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി എന്നുള്ളത് ബി ജെ പിക്കാർക്ക് എന്തും പറയാം, അവരത് പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനെ നിങ്ങൾ ന്യായീകരിക്കരുത്. കാരണം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും മത്സരിച്ചിരുന്നു, പുറമെ ഇവിടെ സൗത്തിൽ വയനാട്ടിലും മത്സരിച്ചു. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയുടെ നേതാവിനോട് മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രമുഖ കക്ഷിയുടെ നേതാവിന്റെ സിറ്റിംഗ് സീറ്റിൽ അങ്ങനെ ഒരു ഘടകകക്ഷി മത്സരിക്കാതിരിക്കാനുള്ള മാന്യതയല്ലേ കാണിക്കേണ്ടത്? എല്ലാ കോൺഗ്രസ് കാണിക്കേണ്ട മാന്യതയെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചു പോകുന്നതിൽ എന്തർത്ഥമുള്ളത്? ആനി രാജയുടെ സിറ്റിംഗ് സീറ്റോ അവർക്ക് ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും അവിടെ വന്ന് പരിചയം പോലും ഇല്ല. അവരിങ്ങോട്ട് വരാതിരിക്കലല്ലേ മര്യാദ? അത്തരമൊരു മര്യാദകളെ കുറിച്ചുള്ള ചർച്ചകൾ പോകാതെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കുന്നത് ഇവിടേക്ക് കടന്നു വന്ന ആനി രാജയോടും അവരുടെ പാർട്ടിയോടൊക്കെ കാണിക്കുന്ന അന്യായമാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിൽ അതിൽ ശരിയില്ല. നിഷാദെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത്. ഒരു അർദ്ധസമ്മതെങ്കിലും മുഴുവായിരുന്നു. ശരി, പക്ഷെ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു, അതിന്റെ ഫലം എന്തായിരുന്നു നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നിട്ട് കൂടി നിങ്ങളത് ആവർത്തിക്കുകയാണോ എന്ന് ചോദിക്കുക ഞാൻ. ഒരു സെക്കൻഡ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടത്തി പട്ടിക പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് ആലപ്പുഴയിലും തൃശ്ശൂരിലും വയനാട്ടിലുമൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നേക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള സ്വാഭാവിക തീരുമാനം എടുക്കുകയാണ്. മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നുകൊണ്ട് ഒരു സ്ട്രോങ് ഫൈറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. മറ്റൊന്ന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വരുന്നതാണ്. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഒരു ഇളക്കം ഉണ്ടാക്കി ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? ഇല്ല, കോൺഗ്രസിൻ്റെ ദയനീയമായ ഒരു ഗതികേടാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നു അല്പസമയം മുമ്പ്. നോക്കൂ, കെ സി വേണുഗോപാൽ ഇന്ന് സംഘപരിവാറിനെ ഉറച്ചെതിർക്കാൻ കഴിയുന്ന ഒരു പാർലമെൻറ്റ് അംഗമാണ്. ഇപ്പോഴും ഇന്ത്യയുടെ രാജ്യസഭയിൽ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന എൻ ഡി എക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല. പല ബില്ലുകളും അവർ പാസ്സാക്കുന്നത് YSR കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ബിജു ജനതാദളിൻ്റെയൊക്കെ സഹായത്തോടുകൂടിയാണ്. അപ്പോൾ ഒരംഗം രാജ്യസഭയിൽ ഒഴിയുക, അതും എന്താണ്, ദേശീയ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവ്, ശ്രീമതി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഉറ്റവനായ ഒരു നേതാവ്, അദ്ദേഹം ആ സീറ്റ് ഉപേക്ഷിച്ച് ആലപ്പുഴയിൽ വരുന്നത് ആരോട് മത്സരിക്കാനാ? ഒരു യുക്തി ഇവിടെ എൻ്റെ സുഹൃത്ത് നൗഷാദ് അലി പറഞ്ഞല്ലോ, സിറ്റിംഗ് സീറ്റാണ് രാഹുൽ ഗാന്ധിയുടേത്, സിറ്റിംഗ് സീറ്റാണ് ആരിഫിൻ്റെത്. ആരിഫിൻ്റെ ഈ 5 വർഷക്കാലത്തെ പാർലമെൻ്ററി പ്രവർത്തനം ബി ജെ പി സർക്കാരിന് അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കരുത്താർന്ന പോരാട്ടങ്ങളുടെയും അതിൻ്റെ ഫലമായി എടുക്കപ്പെട്ട നിരവധി നടപടികളുടേതുമാണ്. എന്തിനു വേണ്ടിയാണ് കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് വരുന്നത്? ഒരു സംശയവുമില്ല, 115 അംഗങ്ങളാണ് രാജസ്ഥാനിലെ നിയമസഭയിൽ ബി ജെ പിക്കുള്ളത്. 69 ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ നൗഷാദ് അലി അവിടെ ബി ജെ പി അംഗം ഉണ്ടാവും. അപ്പോൾ ഇപ്പം പാർലമെൻറ്റിനകത്ത് രാജ്യസഭക്കകത്ത് ഉള്ള ഒരു സീറ്റ് കുറയ്ക്കുകയാണ്. സീറ്റ് കുറച്ചിട്ട് എവിടെയാണ് വരുന്നത്? ഇപ്പോൾ പാർലമെൻറ്റിൽ ഇന്ന് നിലവിലുള്ള ലോക്സഭയിൽ അംഗമായിരിക്കുന്ന ശ്രീമാൻ ആരിഫിൻ്റെ മണ്ഡലത്തിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ൻ്റെ ഒരു മണ്ഡലത്തിലേക്കാണ് ആര് വരുന്നത്? ദേശീയ സെക്രട്ടറി എന്ന് പറയുന്ന ഈ വേണുഗോപാൽ വരുന്നത്. ഇനി വടകരയിലേക്ക് പോയാലോ? പാലക്കാട് നിന്ന് ഷാഫി അങ്ങോട്ട് പോവുക. ഞാൻ എൻ്റെ സൗഹൃദം കൊണ്ട് പറയാൻ നൗഷാദ് അലി, അങ്ങേക്ക് വരാമായിരുന്നല്ലോ. ഇവിടെ KC അബു സാഹിബ് ഉണ്ടല്ലോ, നിയാസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ വരാമായിരുന്നല്ലോ വടകരയിലേക്ക്. എന്തുകൊണ്ടാണ് പാലക്കാട്ടെ നിയമസഭാംഗത്വം, ആ നിയമസഭാംഗത്വം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കെല്ലാവർക്കും അറിയാം, BJPക്ക് നല്ല വോട്ടുള്ള വളരെ കുറഞ്ഞ വോട്ടിന് മാത്രം ഷാഫി ജയിച്ച ആ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താ സംഭവിക്കുക?
അപ്പോൾ പല തലങ്ങളിലും നിങ്ങളും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ട്. ഡൽഹിയിലിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ഒറ്റയായും കൂട്ടായും വാങ്ങിക്കൂട്ടാനുള്ള ഒരു പർച്ചേസിംഗ് മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. മലയാളിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിടിയിലെ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ് ഈ KC വേണുഗോപാൽ. മതനിരപേക്ഷ ജനാധിപത്യത നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാനും BJP അധികാരത്തിന് താഴെ ഇറക്കാനും ഏറ്റവും നന്നായി ആശ്രയിക്കാവുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് നേരിട്ട് മത്സരിക്കാൻ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായ വേണുഗോപാൽ ഇവിടെ വരണോ? അപ്പോൾ ഇതിലൊക്കെ തന്നെ ചില തിരിമറികളുണ്ട്, BJPയുമായിട്ടുള്ള രഹസ്യധാരണകളുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഷാഫിയേക്കാൾ നന്നായിട്ട് അവിടെ മത്സരിക്കാൻ പറ്റുന്ന ആളാണ് നൗഷാദ് അലി. നൗഷാദ് അലി എൻ്റെ സുഹൃത്താണ്. നൗഷാദിലൂടെ പല കോൺഗ്രസ് സുഹൃത്തുക്കളും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും നമ്മുടെ അബൂക്ക. എന്തുകൊണ്ടാണ് അവരെയൊന്നും അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കാതെ ഷാഫിയെ തന്നെ നിയോഗിക്കുന്നത്? അപ്പോൾ ഇത് KC വേണുഗോപാലിൻ്റെ ഒരു ടോട്ടൽ BJP ധാരണയനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, മുരളി അവിടെ തൃശ്ശൂർ പോയിട്ട് എന്ത് ചെയ്യാനാ? 1996 മുരളി മത്സരിച്ചതാ തൃശ്ശൂരിൽ, ദയനീയമായി പരാജയപ്പെട്ടു പോയതാ, വളരെ ദയനീയമായി പരാജയപ്പെട്ടു. അതിൻ്റെ മുമ്പത്തെ വർഷം 98 മുരളി മത്സരിച്ച, 96 കരുണാകരൻ മത്സരിച്ചപ്പോൾ 1400 ചില്ലാനം വോട്ടിനാണ് സഖാവ് VV രാഘവൻ ജയിച്ചത്. പക്ഷേ പിന്നീട് എന്താണ്, അതേ VV രാഘവൻ മുരളിയോട് മത്സരിച്ചപ്പോൾ 18,000 ചില്ലാനം വോട്ടിന് വിജയിച്ചു. VV രാഘവൻ്റെയൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെ പിന്തുടരുന്ന തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവ് സഖാവ് സുനിൽകുമാറാ അവിടെ മത്സരിക്കുന്നത്. സുനിൽകുമാറിനായിട്ട് വേണോ ഈ മത്സരമായിരുന്നത്? മുരളി എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ വടകരയിൽ മുരളിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുരളി എന്താണ്, ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായതോടുകൂടി അവിടുത്തെ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന ഈ പാനലിൽ വന്നിട്ട് നൗഷാദ് അലി അത് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കറിയാം വടകരയിലെ ജനവികാരം എന്താണ്, ടീച്ചർക്കുള്ള സ്വീകാര്യത എന്താണ്. അതുകൊണ്ടെന്താണ്, സ്വന്തം സഹോദരി BJPയിൽ പോകുന്നതിന് മുമ്പ് തന്നെ മുരളി ഒരു വിഡ്രോ സിസ്റ്റം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. പ്രസ്താവനകൾ ഇറക്കി, തുടർച്ചയായിട്ട് പ്രസ്താവനകൾ ഇറക്കി തുടങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കില്ല നിഷാദെ. ഇത് കോൺഗ്രസിന്റെ ദയനീയമായ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ജനസ്വാധീനമുള്ളവരെ എന്നൊക്കെ കണ്ട് കുറേ പേരെ സ്ഥാനാർത്ഥികളാക്കുന്നു. പക്ഷേ ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആർക്കെതിരെയാണ് ഫൈറ്റ് എടുക്കുന്നത്? BJPക്കെതിരെയാണോ? അങ്ങനെയെങ്കിൽ BJPക്ക് ഗുണമുണ്ടാക്കുന്ന, പ്രത്യക്ഷത്തിൽ ഗുണമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥിത്വമാണ് KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം. രാജ്യസഭയിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള യാത്രയിൽ വഴിവെട്ടി കൊടുക്കുന്നു KC വേണുഗോപാൽ രാജ്യസഭാംഗത്വം ഒഴിയുക വഴി. ഒന്ന്. രണ്ടാമത്തത് ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഷാഫി പാലക്കാട് നിന്ന് വരികയാണ്. ഷാഫിയുടെ വ്യക്തിപരമായ കരിഷ്മ കൂടി പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും തർക്കമില്ലാത്തതുമാണ്. ഷാഫിയെ പോലെ ഒരാളെ അവിടുന്ന് പറക്കിയ വഴി ഇനി അവിടെ വരാൻ പോകുന്ന മത്സരം അങ്ങേയറ്റം സങ്കീർണമായതാണ്, റിസ്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിക്കാതെ നൈമിഷിക നേട്ടത്തിന് വേണ്ടിയിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുള്ള തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾക്കാണോ രാഷ്ട്രീയത്തിൽ ഈ ലോങ് ടേം പ്ലാനുള്ള, ഇന്ത്യയെക്കുറിച്ച് വിശാലമായ പ്ലാനുള്ള പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി? നിഷാദെ, ഈ ഇവിടെ നിഷാദിനായാലും സഖാവ് കുഞ്ഞിക്കണ്ണനായാലും ഒക്കെയുള്ളൊരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും BJP ജയിക്കും, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നൊരു മുൻവിധി കനത്ത രീതിയിൽ നിങ്ങളുടെയൊക്കെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഏതായാലും ലോക്സഭ കിട്ടില്ല, പിന്നെ രാജ്യസഭയിൽ കുറച്ച് അംഗങ്ങളുടെ കുറവ് BJPക്കുണ്ട്, അത് അവർ നികത്താതെ നോക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം അതല്ല ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ ലോക്സഭയിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ആവനാഴിയിലെ എല്ലാ മികവുറ്റ വജ്രായുധങ്ങളും എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും ഞങ്ങൾ പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഒന്നും ഞങ്ങൾക്ക് നിർത്താൻ താല്പര്യമില്ല. ഞങ്ങൾ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. പിന്നെ ഇതിനെയൊക്കെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം
സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ മാതിരി ഇതിനെയൊക്കെ പല രൂപത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനൊക്കെ പറഞ്ഞതൊക്കെ അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളൊക്കെ. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഋജുവായ രേഖയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ലോക്സഭയിൽ ഒരു 50-ലധികം സീറ്റ് മാത്രമേ ഉള്ളൂ, 60-ൽ താഴെ. ആ സീറ്റിൽ ഗണ്യമായ ഭാഗം സംഭാവന ചെയ്ത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലുള്ള വിജയം ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കൂടി വിജയിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ മോദിയെ താഴെ ഇറക്കാനുള്ളൊരു സീറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ, ഇന്ത്യ മുന്നണിക്കൊരു മുതൽക്കൂട്ടാവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും CPM-ഉമായിട്ടോ അല്ലെങ്കിൽ LDF-ഉമായിട്ടോ ആണ് ഞങ്ങളുടെ മുഖാമുഖമുള്ള മത്സരം. അതിലിപ്പോ LDF-നെ വിജയിപ്പിച്ചാലേ ഈ രാജ്യത്ത് BJP-യെ താഴെറക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കാൻ CPM-മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല നിഷാദ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയം ആവർത്തിക്കേണ്ടതുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനമുള്ള കേരളത്തിലും അവർക്ക് സ്വാധീനമുള്ള ബംഗാളിലൊന്നും അവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളുമായിട്ട് നേരിട്ട് മത്സരിക്കുകയാണ്. അല്ലെങ്കിൽ സർവത്ര വിജയം ആഗ്രഹിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ബുദ്ധിമുട്ടിലാക്കാൻ അവരെ ചെറിയ കാര്യമുണ്ടോ? ചെറിയ ചെറിയ തോൽവികളെ കുറിച്ചുള്ള വേണ്ടാത്ത അവലാതി വേണ്ട എന്നത് ഒരു ന്യായമായ ഒരു ഡിഫൻസ് ആണ് ശ്രീ KP നൗഷാദ് അലി അക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. പ്രിൻറ്റു മഹാദേവ് BJP നേതാവ്. ശ്രീ പ്രിൻറ്റു, തൃശ്ശൂർ നിങ്ങളുടെ A ക്ലാസ് മണ്ഡലമാണ്. ഈ സുരേഷ് ഗോപി വിജയിച്ചേക്കുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെ നിങ്ങളാണെങ്കിൽ ഈ പ്രതാപനെ ടാർണിഷ് ചെയ്യാൻ പരമാവധി പണിയൊക്കെ എടുത്തു വന്നപ്പോഴാണ് അവിടെ പ്രതാപനെ മാറ്റി K മുരളീധരനെ പോലെ ഒരു ടവറിംഗ് ഫിഗറിനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. K മുരളീധരൻ വന്നപ്പോൾ എന്താണ് ഇതിന് മുമ്പ് നിങ്ങൾക്ക് നേമത്ത് സംഭവിച്ചതെന്ന് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. സംഘികളെ തോൽപ്പിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്നാണ് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്ന് K മുരളീധരൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ഞെട്ടിയോ? ഞങ്ങൾക്ക് നൗഷാദ് സാർ യാതൊരുവിധ ഞെട്ടലുമില്ല. അങ്ങനെ K മുരളീധരൻ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തി എന്നതല്ലാതെ മുരളീധരന് മറ്റെന്ത് വിശേഷണമാണ് നമുക്ക് നൽകാനുള്ളത്? നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സത്യത്തിൽ ഈ TN പ്രതാപൻ്റെ ശാപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേദനയും ദുഃഖവും ഒക്കെ BJPക്ക് അനുകൂലമായിക്കൊണ്ട് BJP സ്ഥാനാർത്ഥി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണല്ലോ ഈ സിറ്റിംഗ് MP ആയിട്ടുള്ള പ്രതാപനെ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ സ്പന്ദനമൊക്കെ അറിയുന്ന നിരവധി തവണ MLA ആയിട്ടുള്ളൊരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഈ 98-ലെ തെരഞ്ഞെടുപ്പിൽ 80,000 വോട്ടിന് തോറ്റ മുരളീധരനെ വീണ്ടും കൊണ്ടുവന്ന് ചാവയറാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒളിമറ നമുക്ക് വ്യക്തമാണ്. കാരണം ഒരു കാര്യം ഒന്നാമത്തെ കാര്യം, ഇതിന് മുൻപ് തോറ്റുപോയ കാലത്തെ മുരളീധരനല്ല ഇപ്പോഴത്തെ മുരളീധരൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അന്നത്തെ മുരളിയുടെ ഫിഗർ അല്ല, അന്നത്തെ മുരളിയുടെ ഗ്രൗണ്ട് അല്ല ഇന്നത്തെ മുരളിക്കുള്ളത്, വേറെ തന്നെ കാര്യമാണ്. അത് പോട്ടെ. പിന്നെ ഈ TN പ്രതാപൻ്റെ ശാപവാക്കുകൾ ഉണ്ടാവും എന്നതും എനിക്ക് തോന്നുന്നു ഒരു അതിവായനയായിട്ടാണ് തോന്നുന്നത്. കാരണം TN പ്രതാപൻ 3 മാസം മുമ്പ് അവിടെ വന്ന് മത്സരിക്കാൻ മുരളിയേട്ടൻ വരണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മളല്ലോ, പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് ഞാനന്ന് പറഞ്ഞു. മുരളിയേട്ടൻ വന്നാൽ മുഴുവൻ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ചുവരെഴുത്തിന് ആദ്യം ഇറങ്ങിയിരിക്കുന്നത് പ്രതാപനാണ്. പ്രതാപന് ഈ തീരുമാനത്തിൽ സങ്കടമുണ്ട് എന്ന് തൃശ്ശൂരിൻ്റെയും പ്രതാപൻ്റെയും രാഷ്ട്രീയം അറിയുന്ന ആരും നിരീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല സാർ, നൗഷാദ് സാർ, ഇത് ശരിയാണ്. പ്രതാപനെന്നല്ല, കോൺഗ്രസിൻ്റെ ഓരോ MP-മാർക്കും മത്സരിക്കാനുള്ള ഒരാഗ്രഹവുമില്ല. അത് ഇതിനു മുമ്പ് മുരളീധരൻ വ്യക്തമാക്കിയതാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഇത് കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ആർക്കും തന്നെ സത്യത്തിൽ മത്സരിക്കാൻ ഒരു താല്പര്യമില്ല. ഇവരുടെയൊക്കെ കണ്ണ് സത്യത്തിൽ നിയമസഭയിലാണ്. പിന്നെ ഇന്ന് സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ MP-മാരും മത്സരിക്കട്ടെ എന്നൊരു തിട്ടൂരം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവർ മത്സരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ കാരണം ഈ TN പ്രതാപൻ മത്സരിക്കാതിരുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പോൾ TN പ്രതാപന് വേണ്ടിയിട്ട് 4.5 ലക്ഷം പോസ്റ്റർ, ചുമരെഴുത്തൊക്കെ നടത്തിയിട്ട് ഇന്ന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഒരു നാടകമെന്ന രീതിയിൽ ഈ TN പ്രതാപനെ ഇവരെ ചുമരെഴുത്ത് നടന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം എത്തിനിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് സത്യത്തിൽ അത് ഗുണമായി. ഇപ്പം മുരളീധരൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാറിയ മുരളീധരനാണെങ്കിൽ അങ്ങനെ അദ്ദേഹം നിയമത്തിൽ ജയിക്കേണ്ടതല്ലേ? നിയമത്ത് എത്ര വോട്ടാണ് ജയിച്ചത്? ഞങ്ങളുടെ അല്ലെങ്കിൽ ചില വോട്ടുകൾ പിടിച്ച് ഞങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും 30,000 വോട്ടാണ് മുരളീധരൻ പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ നിയമത്തിൽ മുരളീധരൻ ക്രൗഡുള്ളറാണെങ്കിൽ ജയിക്കേണ്ടതല്ലേ? കൊടുവള്ളിയിൽ പോലും ഞാൻ താങ്കളോട് ചോദിച്ചു തുടങ്ങുന്നത് മുരളി ജയിക്കും എന്നുള്ളതല്ല, നിങ്ങൾ തോക്കുമോ എന്നുള്ളതാണ്. ലൈക്ക് നിയമം പോലെ
അല്ല സാർ ഞാൻ പറയാം എങ്ങനെയാണ് ഞങ്ങൾ അല്ല നൗഷാദ് സാർ ഞങ്ങൾ എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തൃശ്ശൂർകാരൻ എന്ന രീതിയിലും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രീതി എന്നതിലും ഞങ്ങൾക്ക് പറയാം. തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് ഫിക്സഡ് ആയിട്ടുള്ള 2 ലക്ഷം വോട്ടുണ്ട്. അതായത് കേഡർ വോട്ട് എന്ന രീതിയിൽ 2.5 ലക്ഷം വോട്ട് ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് കിട്ടുന്ന വോട്ട് നിങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയ പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയ വോട്ട് കേഡർ വോട്ടായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുകയാണോ തൃശ്ശൂർ മണ്ഡലത്തിൽ? അല്ല സാർ സുരേഷ് ഗോപി തൃശ്ശൂരിൽ അന്ന് മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം 11 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചത്. 11 ദിവസം കൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 2,91,000 ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ സംവിധാനമോ കാര്യമോ ഒന്നും കൃത്യമായിരുന്നില്ല. ഇന്ന് തൃശ്ശൂരിൽ 1428 ബൂത്തിൽ 1422 ബൂത്തിലും പ്രവർത്തനമുള്ള പാർട്ടിയാണ് BJP. ഞങ്ങളുടെ പ്രവർത്തനം ഈ പ്രതാപൻ വരുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ മുരളീധരൻ വരുന്നതിനേക്കാൾ മുമ്പ് ശാസ്ത്രീയമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ 2 ലക്ഷം ഫിക്സഡ് വോട്ടുണ്ട്. പിന്നെ മറ്റൊരു കൂടി ഇപ്പോൾ പുതുതായി ചേർത്തിട്ടുള്ള 85,000 വോട്ടുണ്ട്. ഞാൻ ഒരു സംഘടനാ ഒരു ചർച്ചയിൽ തന്നെ ആധികാരികമായിട്ട് പറയുന്നത് ഈ 85,000 വോട്ടിൽ 56,000 വോട്ട് ചേർത്ത പ്രസ്ഥാനം BJP ആണ്. ഞങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിലൊക്കെ ചില അടിസ്ഥാനപരമായ കാരണങ്ങളാൽ ഞങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മേഖലകളുണ്ടായിരുന്നു. ആ മേഖലകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നിൽക്കുന്നു. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് 3 ഘടകങ്ങളാണ്. ഒന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ്, 2 BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തി, 3 നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ. ഈ 3 ഫാക്ടറും കൂടി ഒരുമിച്ച് ചേരുന്ന സമയത്ത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതിനി ഈ പറയുന്ന ഈ തൃശ്ശൂർ, വടകര, ആലപ്പുഴ അതൊരു സഖ്യമാണല്ലോ. ആ മോഡൽ സഖ്യം, അതാണ് പിണറായി വിജയനും ഈ പറഞ്ഞ KC വേണുഗോപാലും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം എന്ന് ഞാൻ പറയുന്നത്. ആ മോഡൽ സഖ്യം തന്നെ ക്രോസ് വോട്ട് ചെയ്താൽ പോലും, അങ്ങനെ പറയട്ടെ, ഇപ്പൊ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർത്തിക്കൊണ്ട് സുനിൽകുമാറിനെ ജയിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ പോലും 5 ലക്ഷം വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പ്രതാപൻ എന്ന് പറയുന്ന ആള്, നേരത്തെ ആ വ്യക്തി തൃശ്ശൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2, സുനിൽകുമാറും പാർട്ടിയും തൃശ്ശൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള കാര്യങ്ങൾ തൃശ്ശൂരിലെ ജനതയുടെ ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള, ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള വികാരം വളരെ ശക്തമാണ് തൃശ്ശൂരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സമവാക്യങ്ങളും BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. മറ്റൊന്നും ഞാൻ കൂടി പറയാം സാർ, ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ എല്ലാ സമയത്തും ഈ ധീവര സമുദായത്തിൽപ്പെട്ട ഒരാളാണ് പ്രതാപൻ. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ധീവര സമുദായത്തിൻ്റെ MPയും MLA ആയിട്ട് അധികം ആളുകളൊന്നും ഉണ്ടാവാറില്ല. എല്ലാ സമുദായത്തിൽ പിന്നോക്ക, പ്രത്യേകിച്ച് ചാവക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വെൽറ്റിനകത്ത് 1 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ടുള്ള ഈ പ്രതാപനെ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ഈ പ്രതാപനെ ഈ ചുമരുകഴുത്തൊക്കെ നടത്തിയിട്ട് നാണം കെടുത്തിയത് അവിടുത്തെ ധീവര സമുദായത്തിൻ്റെ അടക്കമുള്ള ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ വിഷമമുണ്ടാക്കും. അവരുടെ വോട്ടും സംഘടിതമായിട്ട് ഈ തവണ സുരേഷ് ഗോപിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. സ്വാഭാവികമായിട്ട് സങ്കടം രേഖപ്പെടുത്തിയാലാണ് പ്രതാപനെ വേണ്ടി മറ്റുള്ളവർ സങ്കടപ്പെടുക എന്നൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. സവിശേഷമായ സാഹചര്യത്തിൽ അയ്യപ്പന്റെ ലോക്കറ്റ് ഷർട്ടിനെ പുറത്തിട്ടുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് നടന്ന് സുരേഷ് ഗോപി 2,90,000 വോട്ടൊപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ജയിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പത്തനംതിട്ട പോലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ആ സാഹചര്യം മാറി മറിഞ്ഞിട്ടുണ്ട് എന്നത് കാണണം. അന്നത്തെ അനുകൂല സാഹചര്യത്തിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്നവർ, അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് എത്ര? 1 ലക്ഷം വോട്ടാണ്. അതിന് മുമ്പ് എത്രയാണ്? 50,000 വോട്ടാണ്. ഒറ്റയടിക്ക് 2.5 ലക്ഷം കേഡർ വോട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകമാണ് തോന്നുന്നു, അത്ഭുതം. അല്ല സാർ, കൗതുകമല്ല സാർ. ഞാനൊരു കാര്യം പറയാം. ഈ സുരേഷ് ഗോപി വരുന്നതിനേക്കാൾ മുമ്പ് നമുക്കറിയാലോ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്ന ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തൃശ്ശൂർ പാർലമെന്റിനകത്ത് ഉണ്ടായിട്ടുള്ള വോട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആ വോട്ടിനെ ഞങ്ങളുടെ ഉറച്ച വോട്ടുകളാക്കി മാറ്റാനുള്ള നിതാന്തമായ പരിശ്രമം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മിസ്ഡ് ഗോൾ ആണോ? അല്ല, മിസ്ഡ് കോൾ ആയിക്കോട്ടെ. മിസ്ഡ് കോളിനെ സാർ ഞങ്ങൾ മിസ്ഡ് കോൾ ആണെങ്കിൽ പോലും ആ സംവിധാനം കൃത്യം അങ്ങനെ പറയല്ലേ. ഞാൻ പെട്ട ആ വോട്ടാണ് പിന്നീട് സുരേഷ് ഗോപി, ആ വോട്ടടക്കമാണ് സുരേഷ് ഗോപിയുടെ 2,92,000 വോട്ടിലേക്ക് എത്തിയത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തായിക്കോട്ടെ, ആറ്റിങ്ങലായിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന KC വേണുഗോപാൽ വിജയിക്കുന്നോ തോൽക്കോ എന്ന് നിശാന്ത് റാവുത്തർ പറഞ്ഞില്ല. നിങ്ങൾ നേരത്തെ അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ ഒരു സീറ്റ് നഷ്ടമാകുമെന്ന് ഞാൻ പറയുന്നത് KC വേണുഗോപാലിന്റെയും കോൺഗ്രസിന്റെയും വാട്ടർലൂ ആകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്.
നിങ്ങൾക്ക് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു റണ്ണിങ് നമ്മൾ പറയും വോട്ട് എങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾ ആറ്റിങ്ങലായിക്കോട്ടെ, ആദ്യം അവർ പാലക്കാടായിക്കോട്ടെ, മത്സരിച്ചിടത്തൊക്കെ വോട്ട് 3 ഇരട്ടിയും 4 ഇരട്ടിയും 5 ഇരട്ടിയും ആക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന്റെ ശക്തമായ മത്സരത്തിൽ കെ.സി. വേണുഗോപാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമായിരിക്കും ആലപ്പുഴയിൽ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെയും കെ.സി. ഗോപാലിന്റെ അതിബുദ്ധിയുടെയും വാട്ടർലൂ ആക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ കേഡർ വോട്ട് ഉറപ്പാക്കി വെച്ചിരിക്കുന്നു. അതിന് മേലേക്കുള്ളതെല്ലാം ബോണസ് എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ്. പ്രിന്റു തൃശ്ശൂരിൽ നിന്നുള്ള BJP പ്രവർത്തകൻ നേതാവ് കൂടിയാണ്. അപ്പോൾ ആര് വന്നാലും വീഴാത്ത മഹാമേരുവായി അവിടെ സുരേഷ് ഗോപി നിലയുറപ്പിച്ച് കഴിഞ്ഞു എന്നാണ്. അല്ല, അത് പ്രിന്റുവിനെ പോലുള്ള ഈ സംഘപരിവാർ സുഹൃത്തുക്കളുടെ തള്ളാണ്. അങ്ങനെ തള്ളിയ ആളുകളുടെ ഒരു വ്യാജമായ ഒരു പ്രതീതിയിലേക്ക് BJP ഭയങ്കര ശക്തിയായി പോയി എന്നൊക്കെയുള്ള ഒരു പ്രതീതിയിലേക്ക് എത്തിക്കാനാണ്. അവിടെ 80,000 വോട്ടുകൾ പുതുതായി ചേർത്തിട്ടുണ്ട്, അത് 56 BJPയുടേതാണെന്നൊക്കെ എവിടെയാണ് പറയുന്നത്? അതൊക്കെ ഇത്തരം ഏജൻസികൾ തരുന്ന തെറ്റായ കണക്കാണ് മിസ്റ്റർ പ്രിന്റു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസികളില്ലേ, വോട്ട് ചേർക്കാനൊക്കെ തെറ്റായ കണക്കാണ്. മിണ്ടല്ല മിസ്റ്റർ, ഞാൻ സംസാരിക്കാം. താങ്കൾക്ക് തരുന്ന സമയത്ത് താങ്കൾ സംസാരിക്കാം, മിണ്ടല്ല. ഒരു ക്ഷമയോടെ ഇരിക്കുക, നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ BJPക്കാരങ്ങനെ തള്ളും. 2015 ശേഷം തോത് കുറഞ്ഞു വരികയാണ്, ക്രമാനുഗതമായിട്ട് താഴോട്ട് പോവുകയാണ്. അത് ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ താഴും. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ഇലക്ട്രോ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും, ബോണ്ടുകൾ ലഭിച്ചവരുടെ മുഴുവൻ ഡീറ്റെയിൽസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പറഞ്ഞതാണ്. തട്ടിപ്പല്ലേ, SPയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ നിങ്ങൾ? അത് ജൂൺ 30 വരെ നീട്ടണം. അതിന് പ്രായോഗികമായി സാങ്കേതികമായ ഒരു പ്രയാസമുണ്ട്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ സംവിധാനത്തിനകത്ത് ലൈവായിട്ട് വിവരങ്ങൾ എടുക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സുപ്രീം കോടതിക്കുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ജനതയുടെ മുമ്പിലുള്ള കാര്യം. ഈ കാര്യത്തിലൊക്കെ വളരെ 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 ജാഗ്രതയോടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ആയിരക്കണക്കിന് കോടികൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയൊക്കെ തന്നെ തട്ടിയെടുത്ത് പാർട്ടി ഫണ്ടാക്കിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ നേതാക്കളെ തുടർച്ചയായി പർച്ചേസ് ചെയ്യുന്ന, ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പ്രത്യയശാസ്ത്ര ദൃഢതയില്ലാത്ത പത്മജമാരെയൊക്കെ തന്നെ നിരന്തരമായി പർച്ചേസ് ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യത്തെയും അതിൻ്റെ സുതാര്യതയും തകർക്കുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു നടനെ പോലെ തെരുവിലിറങ്ങി കോമാളിത്തം കാണിക്കുന്ന സുരേഷ് ഗോപിയെപ്പോലൊരു നേതാവിന് തൃശ്ശൂരിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് പ്രിന്റു. താങ്കൾ തൃശ്ശൂർക്കാരനാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നുണ്ടല്ലോ. ആ സാംസ്കാരിക തലസ്ഥാനം സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരാൾക്ക് അംഗീകാരം കൊടുക്കുമോ? അവിടെ സംഭവിക്കാൻ പോകുന്നത് നിയമമാണ്. നിയമത്തെ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത്. മുരളീധരൻ അവിടെ മത്സരിക്കുന്നുണ്ട്, സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നുണ്ട്, ഇടതുപക്ഷം അവിടെ മത്സരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സാരഥി സഖാവ് സുനിൽകുമാർ അവിടെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. അദ്ദേഹം VV രാഘവൻ്റെ വിജയം ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങളൊക്കെ ആകെ അട്ടിമറിഞ്ഞിരിക്കുക. കേരളം പോലൊരു സമൂഹത്തിനകത്ത് സംഘപരിവാർ വലിയ രീതിയിൽ തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിന് നേട്ടമുണ്ടാക്കാം. സുരേഷ് ഇന്ന് തന്നെ അവിടെ ഇന്നൊരു ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. അപ്പോൾ ക്ഷേത്രമായതുകൊണ്ട് അവിടെ ഭക്തരാണല്ലോ എന്ന രീതിയിലാണ് സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് നാടകീയമായിട്ട് പോയത്. 2 പേരുള്ളൂ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചുഴറ്റിയൊക്കെ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സഖാവ് സുനിൽകുമാറിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ചുറ്റും നിൽക്കുന്നതാ കണ്ടത്. സുരേഷ് ഗോപിക്ക് അബദ്ധം മനസ്സിലാക്കി. പോലീസുകാർ അതോട് പറഞ്ഞു ഇതൊക്കെ ആളുകൾ വേറെയാണെന്ന്. അപ്പോൾ എൻ്റെ പ്രിന്റു, താങ്കളുടെ സ്വന്തം നാട് തൃശ്ശൂർ, എനിക്ക് വളരെയേറെ ആത്മബന്ധമുള്ളൊരു നഗരമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ എല്ലാ പ്രദേശങ്ങളും എനിക്കറിയാവുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് അവിടുത്തെ തെരഞ്ഞെടുക്കാൻ പോകുന്നില്ല. ആത്മവിശ്വാസം പറയാണ് 10% വോട്ട് ഒറ്റയടിക്ക് കൂട്ടാൻ തക്കവണ്ണം ഒക്കെ തൃശ്ശൂരിൽ BJP ആ നിലയ്ക്ക് ജനപ്രീതി ആർജിച്ചിട്ടുണ്ട്. ഈ മണിപ്പൂർ അടക്കം നിൽക്കുമ്പോഴാണ് എന്ന കാര്യം ഓർക്കണം. ഓക്കെ, അദ്ദേഹത്തിന് കോൺഫിഡൻസ് അദ്ദേഹം പറയാണ്. അത് കേട്ട് ഇതിനകത്തൊരു സംഗതിയുള്ളത് നമുക്കറിയാലോ, രാഹുൽ ഗാന്ധി വീണ്ടും വരികയാണ് വയനാട്ടിൽ മത്സരിക്കാൻ. രാഹുൽ ഗാന്ധിയോട് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിന് ഒരു അടുപ്പമുണ്ട് എന്നുള്ളത് 2019 നമ്മൾ കണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ അനഭിമതനല്ല കേരളത്തിലെ മണ്ണിൽ നിന്നറിയാം. രാഹുൽ ഗാന്ധി വരുന്നു, കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വരുന്നു. മൊത്തത്തിൽ ഒരു ഫീൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലേ? ഇല്ല. 2019 തെരഞ്ഞെടുപ്പ് വളരെ വൈകാരികമായി ശബരിമല ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തി ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ വോട്ടർമാർക്കിടയിൽ വിശ്വാസി സമൂഹത്തിനകത്തൊക്കെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസും BJPയും ഒന്നിച്ചു ചേർന്ന് നടത്തി. അതുകൊണ്ട് തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനത്ത്
സംഘപരിവാർ എത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിയെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകൂ എന്നുള്ളൊരു വ്യാമോഹം മൈനോറിറ്റി വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച UDFൻ്റെ 18 MP കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റിൽ എന്താ ചെയ്തത്? 2014 മുതൽ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന MP ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതേപോലെ തന്നെ ഇവിടുത്തെ രാഘവൻ. മുത്തലാഖ് നിരോധന നിയമം വന്നു. ആ നിയമം എന്താണ്? ഒരു വ്യക്തി നിയമത്തിലും ഇല്ലാത്ത വിധത്തിൽ വിവാഹമോചനത്തിൽ പുരുഷന് നേരെ ക്രിമിനൽ വ്യവസ്ഥ ഉണ്ടാക്കുന്ന നിയമമാണ്. ആ നിയമത്തെ പിന്തുണച്ചല്ലോ, നിഷ്ക്രിയമായ നിലപാടെടുത്തല്ലോ ഇവിടുന്ന് പോയ കോൺഗ്രസ് MP. NIA UAPA നിയമം വന്നല്ലോ, അതിൻ്റെ അമെൻമെൻറ്റ് വന്നു. സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ NIAക്ക് എവിടെയും ഇടപെടാമെന്ന അവസ്ഥ വന്നല്ലോ. അതിനെ പിന്തുണച്ചുകൊണ്ട് രാജ്യസഭയിൽ പ്രസംഗിച്ച ആളാണ് ചിദംബരം. ആദ്യത്തെ ദിവസം കുറേ ആശങ്കകൾ പ്രകടിപ്പിച്ചു. പിറ്റേ ദിവസം എന്താണ്? ഞങ്ങളും പിന്തുണക്കുന്നു. കോൺഗ്രസ് MP ഇവിടെ നിന്ന് പോയ ഈ രാഘവനും മുല്ലപ്പള്ളിയൊക്കെ കൈപൊക്കിയിട്ടില്ലേ അത് പാസ്സാക്കിയത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴെന്താണ്? ഇപ്പോൾ ഈ രാജ്യം നേരിടുന്ന നിരവധി വിഷയങ്ങളിൽ ഇവിടെ നിന്ന് പോയ കോൺഗ്രസിൻ്റെ MP എന്ത് നിലപാടാണ് എടുത്തത്? ഇതിനെയൊക്കെ തുറന്നു കാണിക്കുന്നതിൽ, പാർലമെൻറ്റിൽ ശക്തമായി എതിർക്കുന്നതിൽ, പാർലമെൻറ്റ് ഒരു സമരമുഖമാക്കുന്നതിൽ സന്നദ്ധമായില്ല. ഏകീകൃത സിവിൽ കോഡിൽ സ്വകാര്യ ബില്ലുമായിട്ട് ഒരു BJP MP വന്നപ്പോൾ അതിനെതിരായിട്ട് ശബ്ദിക്കാൻ പോലും ഒരൊറ്റ കോൺഗ്രസ്സുകാരനുമില്ല. ഇതാ വഹാബ് സാഹിബിനെ പോലുള്ള ഒരാൾ, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി എണീറ്റ് നിന്ന് വന്നു. കോൺഗ്രസിൻ്റെ ബെഞ്ചുകളൊന്നും ആരും കാണുന്നില്ലല്ലോ ഇതിനെയൊന്ന് എതിർക്കാൻ. എന്നിട്ട് JB മേത്തർ പുറത്ത് നിന്ന് പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് ഓടി വന്ന് ഞങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ടെന്ന് പറയാം. അപ്പോൾ എത്ര നിഷ്ക്രിയമായ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വവൽക്കരണ അജണ്ടയോട് എത്ര വിമുഖമായ ഒരു സമീപനമാണ് ഈ 18 MP കാണിച്ചത് എന്ന അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ആ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ ഹിന്ദുത്വത്തോടെടുക്കുന്ന പൊസിഷൻ മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ കോൺഗ്രസ് പ്രയാസപ്പെടുമെന്നാണ് താങ്കൾ പറഞ്ഞത്. മറുപടിയിലേക്ക് ഞാൻ വരാം. നൗഷാദ് അലി, നിങ്ങൾ വലിയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയ പാനൽ അവതരിപ്പിച്ചാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങളിൽ നിങ്ങൾ കുറച്ച് ഡിഫൻസിലായിരിക്കുമെന്ന് KT ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ ദേശീയ വിഷയങ്ങൾ, അവിടെ മോദി ഗവൺമെൻറ് ഓഡിറ്റ്, അതിലെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതികൾ എന്നിവ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ്സിന് അധികം പറയാനുണ്ടാവില്ല. കോൺഗ്രസ്സിന് എന്താ പറയുക, ഒരു ദേശീയമായ പെർസ്പെക്റ്റീവിൽ പല വിഷയങ്ങളിലും സംസാരിക്കാൻ പോലും കഴിയില്ല എന്നത് നിങ്ങളെ ഇവിടെ കുഴപ്പത്തിലാക്കാൻ പോവുകയാണ്. ആരാണ് മോദിയോട് ഉപാധികളില്ലാതെ സംസാരിക്കാൻ കഴിയുന്നവർ എന്ന ചോദ്യം ജനം ചോദിക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടുമെന്നതാണ് ലെഫ്റ്റിൻ്റെ കോൺഫിഡൻസ്. ഏതായാലും ഈ കോൺഫിഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നതിൽ കവിഞ്ഞൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ, അദ്ദേഹത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ, ഏകാധിപത്യത്തിനെതിരെ, ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ ഏകാംഗനായി നിന്നുകൊണ്ടൊരു മഹാമേരുവിനെ പോലെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് കേരളത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനലിന് നേരെയാണ് ഇവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ചൊരിയുന്നത്. ഏതായാലും ഇവരുടെ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലും അവർ ഇതൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു തരാം. എവിടെയാണ് ഈ CPM എന്ന പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഈ BJPക്കെതിരായുള്ള പോരാട്ടത്തിന്റെ മാർഗമധ്യേ ഉള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം, ഇനി കേരളത്തിലേക്ക് വരാൻ നമുക്ക്. കേരളത്തിൽ ഇവരുടെ മന്ത്രി ഉണ്ടല്ലോ, കൃഷ്ണൻകുട്ടി, ജനതാദൾ S. ആ പാർട്ടി അപ്പുറം കർണാടകയിലെ BJPയുടെ സഖ്യകക്ഷിയായിട്ട് മത്സരിക്കുകയാണ്. മഹാരാഷ്ട്രയിലുണ്ടല്ലോ ഘടികാരം, ക്ലോക്കുമേന്തിക്കൊണ്ട് അജിത് പവാറിന്റെ പാർട്ടി. ആ ക്ലോക്ക് തങ്ങളുടെ ചിഹ്നമല്ല എന്ന് ഏതെങ്കിലും ഒരു NCPക്കാരൻ ഈ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആ ശശീന്ദ്രൻ എന്ന മന്ത്രിയായിട്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണല്ലോ. എന്താ ഈ വിഷയത്തിലൊന്നും ഉണ്ടാത്തത്? ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് 2020 മുതൽ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നു എന്ന് ബാംഗ്ലൂർ ഹൈക്കോടതി പറഞ്ഞു. എന്താ ഇതിന്റെയൊക്കെ അന്തർധാര നമ്മളോട് വിളിച്ചു പറയുന്നത്? അപ്പൊ ഇത്തരത്തിൽ നരേന്ദ്രമോദി ഭരണത്തിന്റെ കരപരിലാളനകൾ ഏറ്റു മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ അനുയായികളൊക്കെയാണ് കേന്ദ്രത്തിൽ ഞങ്ങൾ മോദി വിരുദ്ധത പറയുന്നവരായിട്ട് പാർലമെന്റിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച്
വോട്ട് തട്ടാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോവുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഈ മുത്തലാഖിന്റെ വിഷയത്തിലൊക്കെ ആരെന്തു പറഞ്ഞു എന്നാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് എം എ ഷാനവാസക്ക് ജീവിച്ചിരിപ്പുള്ള കാലമാണ്. അത് 2014-19 ഇടയിൽ നടന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുല്ലപ്പള്ളിയൊക്കെ അന്നാണ് MP ആയിരുന്നത്. അതിനെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള മുസ്ലിം കസ്റ്റമറി ലോസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ CPM-ന്റെ നിലപാട് എന്താണ് എന്നൊക്കെ ഈ രാജ്യത്തെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് ഏക സിവിൽ കോഡ് BJP കൊണ്ടുവരുന്ന കാലത്തൊക്കെ നമ്മൾ തർക്കത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാൻ തോന്നുന്നു. KT അതിന് പിന്നീട് മറുപടി പറയട്ടെ. നൗഷാദ് അലി, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്, ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ ഐഡിയലി എല്ലാവർക്കും കഴിയുകയും ചെയ്യും. അതിനെ ആ നിലയ്ക്ക് ആരോഗ്യകരമായി കാണുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ഡെമോക്രസി ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇന്ത്യൻ സിറ്റുവേഷൻ വേറെയാണല്ലോ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഹിന്ദി ഹാർട്ട്ലൈനിൽ ദുർബലനാണെന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തെ അമേഠിയിൽ തോൽപ്പിച്ചല്ലോ. കേരളത്തിൽ അങ്ങനെ തോൽക്കില്ല, നിങ്ങൾക്ക് ഷുവർ സീറ്റ് ആയതുകൊണ്ട് ജയിക്കും. അമേഠിയിൽ രാഹുൽ ഗാന്ധി തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് മോദിയോടൊരു ഹെഡ് ഓൺ കോമ്പറ്റീഷന് ധൈര്യമില്ലാതെ ഒളിച്ചോടിയ ഒരാൾ എന്ന നെറേറ്റീവിൻ്റെ ഭാഗം കൂടിയാണ്. ഇത്തവണ അത് തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്? തോൽക്കാൻ സാധ്യതയുള്ള അമേഠിയിലും ജയിക്കുമെന്ന് ഉറപ്പുള്ള കേരളത്തിലെ വയനാട്ടിലും അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടത്തിന് ഇത്തവണയും താനില്ല എന്ന മെസ്സേജാണോ രാഹുൽ ഗാന്ധി ഹിന്ദി ഹാർട്ട്ലാൻഡിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഇത്തവണയും? അല്ല, ഈ തെക്കേ ഇന്ത്യയിൽ വന്ന് മത്സരിച്ചാൽ ഈ തെക്കേ ഇന്ത്യ എന്താ ഒരു വർജ്യമായ ഒരു സ്ഥലമാണോ? അതൊരു അത്രക്ക് തൊട്ടുകൂടായ്മയുള്ള അസ്പൃശ്യതയുള്ള ഒരു സ്ഥലമാണ് എന്നാണോ നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാവും എന്നൊക്കെ പറയാൻ ഈ ബെല്ലാരിയിലും ചിക്മംഗ്ലൂരിലും ഒക്കെ നെഹ്റു കുടുംബത്തിൽ ഒരു മാതൃകാ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാം. പക്ഷേ ഇന്ത്യൻ സിനാരിയോ വേറെയാണ്. ആളുകളെ പവർഫുൾ ഐക്കൺസിനെ നോക്കി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് വേണേൽ പറയാം, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഈ ജനാധിപത്യത്തിന്റെ ഉദാത്തമായ ചോദ്യം ചോദിക്കാം. പക്ഷേ അപ്പുറത്തുള്ളത് BJP ആണ്. BJPയുടെ കളികളും അവരുടെ പ്ലേയും വേറെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? അല്ല, ഇത് ഈ 2019 ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നരേന്ദ്രമോദി അതിനകത്തുനിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ അദ്ദേഹത്തിന്റെ വിജയം മുൻനിർത്തി നിങ്ങൾക്കൊക്കെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കൽ ചക്കവീണം മോയല് ചത്തു എന്ന് വിചാരിച്ച് ജയിക്കുന്നത് അങ്ങനെ രാഹുലിനെയും സ്മൃതി ഇറാനിയെയും വെച്ച് നോക്കിയാൽ ആരാണ് പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആയതിൽ ഏറ്റവും മുന്നിലുള്ള ആൾ? എന്നിട്ട് തോറ്റുപോയില്ലേ? അവിടെ തോറ്റുപോകുന്ന വെച്ചാൽ ആ ഹിന്ദി ഹാർട്ട്ലാൻഡിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് സൂചനയാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്ന് ജയിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അവിടെ കോൺഗ്രസിന് 55 സീറ്റ് ഒപ്പിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കാരണമാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു മോദിയോട് മുട്ടുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിപരമായ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണ്ടേ ശരിക്കും നൗഷാദ് അലി നിങ്ങൾ? അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ പിന്നെ ഇന്ദിരാഗാന്ധി രാജ്മോഹനോട് തോൽക്കുമ്പോൾ രാജ്മോഹൻ ഇന്ദിരാഗാന്ധിയേക്കാൾ പോപ്പുലർ ആയിരുന്നു എന്ന് ആർക്കും അഭിപ്രായമില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്മൃതി ഇറാനിയുടെ കാര്യമൊക്കെ അവർ പോപ്പുലർ അല്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഇവിടെ അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോൽപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിനേക്കാൾ പോപ്പുലർ ആയിരുന്നൊന്നുമില്ല. VV രാഘവൻ കരുണാകരനേക്കാൾ പോപ്പുലർ അല്ല. അപ്പൊ അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ വീണ്ടും മത്സരിക്കുന്നു എന്നുള്ള ഒരു കേവല ഒരു സത്യത്തിനപ്പുറത്ത് അതിന് വലിയ മാനങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലൊന്നും ഒരു പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഉത്തരേന്ത്യക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജിയൊക്കെ കോൺഗ്രസ് ഇത്തവണ കണ്ടുവച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചതിന് ശേഷം അത്തരം ചർച്ചകളിലേക്ക് പോകുന്നത് നന്നാവും എന്ന് ഞാൻ കരുതുകയാണ്. അത് വരുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആ പട്ടികക്കകത്ത് ഉണ്ടാവും. ഞാനൊരു കാര്യം പറയുന്നത്, നേരത്തെ ഇവിടെ ഈ തൃശ്ശൂരിൽ 10-12% വോട്ടിന് സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിറകിലാണ്. അവിടെ എന്തോ രാസവളം യൂറിയൊക്കെ ഇട്ടിട്ട് BJP അങ്ങ് തഴച്ച് പതച്ചു പൊന്തി എന്നൊക്കെയാണ് സ്നേഹിതൻ BJPയുടെ സുഹൃത്ത് ഇവിടെ നിന്ന് പറയുന്നത്. എനിക്ക് വലിയ ചിരിയാണ് വരുന്നത്. കാരണം അദ്ദേഹം അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയും ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. മുരളീധരൻ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാത്ത ആളെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. മുരളീധരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മത്സരിച്ച 89-ലും 91-ലും ജയിച്ചിട്ടുണ്ട്. അവസാനം മത്സരിച്ച വട്ടിയൂർക്കാവിൽ 2 തവണയും വടകര 1 തവണയും മത്സരിച്ചിട്ടുണ്ട്. 1 തവണയും ജയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ഇങ്ങനെ മന്ത്രിയായി തോറ്റ ആളെ കൂടിയാണല്ലോ ആരും മറക്കേണ്ടത്. ഒന്നും പറഞ്ഞു പോകരുത്. പ്രാസഭംഗിയൊക്കെ ഒപ്പിക്കാൻ അങ്ങനെയൊക്കെ പറയുന്നത് ആവശ്യമായിരിക്കാം. അങ്ങനെയല്ല അപ്പൊ സാർ. അങ്ങനെയൊന്നും പറയരുത്. അപ്പോ ഏതായാലും തൃശ്ശൂരൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ മന്ത്രിയായിട്ട് തോറ്റ ആൾ കൂടിയാണ്, അതും കൂടി പറയണം. BJP ജയിക്കും എന്നൊക്കെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ഇപ്പോ വയനാട്ടില് രാഹുൽ ഗാന്ധി നിർത്തി ലീഗുകാർ ജയിപ്പിക്കുന്നത് പോലെ പണ്ട് കൊടുവള്ളിയിൽ കൊണ്ടുപോയി ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് നിങ്ങൾ അത് വിടുന്നേ. അന്ന് PTR റഹീമിനോട് തോറ്റതാണ്. അല്ല, നിങ്ങൾ തോറ്റ ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് അങ്ങനെ പല സീറ്റിലും തോറ്റിട്ടുണ്ടാവും, പല സീറ്റിലും ജയിച്ചിട്ടുണ്ടാവും. ഇവിടെ EMSന്റെ മകൻ മത്സരിച്ചിട്ട് ലീഗ് 40 കൊല്ലമായി ജയിച്ചിരുന്ന സ്ഥലമായിരുന്നു സാർ. ലീഗ് 40 കൊല്ലം ജയിച്ചിരുന്ന സ്ഥലമാണ്. കടന്നപ്പള്ളി രാമേന്ദ്രൻ 25 വർഷം വടക്കാഞ്ചേരി UDF-ന്റെ കോട്ടയായിരുന്നു. കാസർഗോഡ് 907 തോറ്റിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഇടപെടല്ലേ? നിങ്ങൾ അങ്ങനെ ഇടപെട്ട് കയറി വരില്ല. നിങ്ങൾ ഈ പറഞ്ഞ അബദ്ധമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ തോൽവിയുടെ ജയത്തിന്റെ ഒന്നും കഥ പറഞ്ഞിട്ട് ഒരാളെ ചെറുതാക്കുകയും ഒരാളെ പർവ്വതീകരിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ അർത്ഥമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ ഇത്തവണയും അതാ രാഹുൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള മണ്ഡലത്തിലേക്ക് ഒളിച്ചോടി പോയിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണം ഉണ്ടാവോ നിങ്ങളുടെ ഭാഗത്തു നിന്ന്? അങ്ങനെയല്ല സാർ. മുസ്ലിങ്ങൾ കൂടുതലുള്ള മണ്ഡലം എന്നുള്ളതല്ല, മുസ്ലിം ലീഗിന് ശക്തിയായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അത് മുസ്ലിങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണെങ്കിൽ കാസർഗോഡ് പോയി മത്സരിക്കട്ടെ, കോഴിക്കോട് മത്സരിക്കട്ടെ, മലപ്പുറത്ത് ഇനി നിന്ന് കഴിഞ്ഞാൽ പൊന്നാനിയിലോ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വിജയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വയനാട്ടിൽ പോയിട്ട് എന്തിനാ രാഹുൽ ഗാന്ധി നിൽക്കുന്നതേ? ചാലക്കുടി നിൽക്കട്ടെ, തൃശ്ശൂർ നിൽക്കട്ടെ. ഇപ്പോൾ മുരളീധരന് പകരം സുരേഷ് ഗോപിക്കെതിരെ ഇദ്ദേഹം നിർത്തട്ടെ. അതല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ സത്യത്തിൽ അമേത്തിയിലെ തോൽവി നമുക്കറിയാം. അന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്മൃതി ഇറാനിയോട് തോൽക്കും. പിന്നെ പാർലമെന്റിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അദ്ദേഹം ജയിക്കണമെങ്കിൽ അത് വയനാട്ടിൽ മാത്രമാണ്, ഒരു സംശയവും വേണ്ട. ഹിന്ദി ഹൃദയഭൂമിയിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? എന്താ രാഹുൽ ഗാന്ധി നിൽക്കാഞ്ഞത്? വയനാടുമായി ബന്ധപ്പെട്ട് നൌഷാദ് സാറിന് മുമ്പ് ചർച്ച നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വിജയിക്കാവുന്ന 3 സീറ്റുകൾ, ഉറച്ച് വിജയിക്കാവുന്ന 3 സീറ്റുകൾ, 1 പൊന്നാനി, 2 മലപ്പുറം, 3 വയനാട്. അങ്ങനെയല്ലേ? അങ്ങനെ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുണ്ടെങ്കിൽ തൃശ്ശൂരിലോ ചാലക്കുടിയിലോ എറണാകുളത്തോ രാഹുൽ ഗാന്ധി മത്സരിക്കണ്ടേ? മത്സരിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള എന്നുള്ളതല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആ സംഘടനയുടെ സംഘടനാ സംവിധാനം കൃത്യമായി ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഉറപ്പിന്റെ പുറത്തുള്ള KC വേണുഗോപാൽ വയനാട്ടിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. പിന്നെ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒന്നും നമ്മൾ ഈ തവണ കേരളത്തിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ തവണ സ്വാഭാവികമായിട്ട് മൈനോറിറ്റി പോളറേഷൻ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്കറിയാം ആ മൈനോറിറ്റി പോളറേഷൻ, ശബരിമല വിഷയം, ഈ 2 കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഈ അന്ന് കോൺഗ്രസിന് ഒരു മേൽക്കൈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തൂത്തുവാരിയത്. ആ തൂത്തുവാരലല്ല കേരളത്തിൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട MP-മാർ കോൺഗ്രസിൻ്റെതാണ്. നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ MP-മാരുടെ പാർലമെന്റിനകത്തുള്ള പ്രസന്റ് നിങ്ങളത് പരിശോധിക്കണം. 45% കൂടുതൽ പ്രസന്റ് ഉള്ള ഒരു MP പോലും ഇല്ല. ഉള്ളത് സത്യത്തിൽ മുരളീധരനായിരുന്നു. മുരളീധരനുണ്ട്, അത് നമ്മൾ പറയാൻ വയ്യ. ഈ മുരളീധരനെ അവിടെ വടകരയിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വടകര മണ്ഡലത്തിൽ മുരളീധരൻ മണ്ഡലത്തിലുള്ള ഒരാളൊക്കെ അദ്ദേഹം നമ്മൾ നിയമത്തിൽ നമ്മുടെ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച സമയത്തും മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു MLA ആയിരുന്നു മുരളീധരൻ. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രസന്റ് ഉള്ള ആളായിരുന്നു മുരളീധരൻ. അത് പാർലമെന്റിനകത്താണ്. വടകരയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന നേട്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ വടകരയിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഈ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പറയുന്ന ഈ അവിശുദ്ധ സഖ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് പിണറായി വിജയനും KC വേണുഗോപാലും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ്. അത് ഇവിടമല്ല. അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ നേരത്തെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോഴിക്കോടും കാസർഗോഡും ഒക്കെ നല്ല ലീഗിൽ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നാണ് ഒരു നേതാവ് വേണ്ടതെങ്കിൽ നല്ല മൈനോറിറ്റി നേതാക്കളുള്ള സ്ഥലമാണ് കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് നിന്നുള്ളൊരു നേതാവിനെയല്ല അവിടെ നിർത്തേണ്ടത്. എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാനപരമായി വൈറ്റ് ലിസ്റ്റ്, ഞാൻ വൈറ്റ് ലിസ്റ്റ് ഇന്നും കൂടി ഞാനൊരു ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലത്തിന് ചുമതലയുള്ള ഒരാളാണ്, പ്രഭാരിയാണ് ഞാൻ തൃശ്ശൂരിൽ. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി 2.5 ലക്ഷം വൈറ്റ് ലിസ്റ്റിനകത്ത് BJP നിങ്ങൾക്കുള്ള വോട്ടിനെ അവകാശവാദം ഉന്നയിക്കാം, അതിൽ തർക്കമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. കേട്ടിയും ഇപ്പം നോക്കൂ, എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കെ സ്ഥാനാർത്ഥികൾ ഇനിയിപ്പോൾ മണ്ഡലത്തിലേക്ക് ഇറങ്ങി അവരുടെ പ്രചരണ പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നൊരു സംഗതി കൂടി അതിനകത്ത് വർക്ക് ചെയ്യുമല്ലോ. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ അതിനകത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ മാത്രമല്ല, നിലവിൽ കേരളത്തിലെ സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവിടെ എന്തൊക്കെ അഴിമതി ആരോപണങ്ങളുണ്ട്, ഇവിടെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ക്ഷേമ പെൻഷൻ ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ടോ,
പോലെയുള്ള കാര്യങ്ങളും ജനങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്താ പറയുന്നത്, പൊതുവിതരണ കേന്ദ്രങ്ങളിൽ സംഗതികളുണ്ടോ എന്നതൊക്കെയും വിഷയമാവില്ല. അതോ അത് മറന്നിട്ട് രാഷ്ട്രീയം മാത്രമുള്ള സംസാരിക്കുന്ന സ്ഥലമായിരിക്കുമോ കേരളം ഇനി കുറച്ച് ദിവസത്തേക്ക്? അല്ല, അതിലേക്ക് ഞാൻ വരാം. ഇവിടെ നൗഷാദ് അലി, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക്, ഇടതുപക്ഷത്തിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഞങ്ങളുടെ എം പിമാരൊക്കെ വളരെ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ സംഘപരിവാറിൻ്റെ എല്ലാ നിയമനിർമ്മാണങ്ങളും എതിർത്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനൊരു ശ്രമം നടത്തി. എന്നിട്ട് അദ്ദേഹം എന്താണ്, മുത്തലാഖിലൊക്കെ എന്താ പ്രശ്നമുണ്ടായി, ഞങ്ങളൊക്കെ അന്ന് ഷാനവാസിൻ്റെയൊക്കെ പേര് പറഞ്ഞ്. നൗഷാദ് അലി, മുത്തലാഖ് നിയമ നിരോധന ബില്ല് വന്നപ്പോൾ നിങ്ങൾ നിഷ്ക്രിയമായ നിലപാടാണ് പാർലമെൻറ്റിൽ എടുത്തത്. ഇടതുപക്ഷവും ലീഗിൻ്റെ എം പിമാരും മാത്രമാണ് അതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ നിന്ന് വരുന്ന നിയമനിർമ്മാണങ്ങളോട് നിഷ്ക്രിയമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചു. ചില നിയമങ്ങളെ അവർ കൈപൊക്കി ബി ജെ പിക്കാരോടൊപ്പം പാസാക്കി എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ വോട്ടർമാർ ഈ പ്രാവശ്യം ഗൗരവമായി എടുക്കും. പാർലമെൻറ്റിൽ പോകേണ്ടത് ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ നിന്ന് വരുന്ന നിയമനിർമ്മാണങ്ങളെ, കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഭരണ നടപടികളെ അതിശക്തമായി എതിർക്കാൻ കെൽപ്പുള്ള ആളുകൾ പാർലമെൻറ്റിലേക്ക് പോകണം. ഇനി കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണ്? അതിൻ്റെ കേന്ദ്ര കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ നടപടികളാണ്. അതിപ്പോൾ സുപ്രീം കോടതി തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. അവസാനം നിർമ്മലാ സീതാരാമന് കടമെടുക്കാൻ അനുമതി നൽകേണ്ടി വന്നല്ലോ. ഇതെല്ലാം തന്നെ കോടതി ഇടപെടലുകളിലൂടെ കൂടുതൽ സുതാര്യമായ രീതിയിൽ കേരളീയ സമൂഹം ചർച്ച ചെയ്യാണ്. ബി ജെ പിയുടെ അജണ്ടയിൽ നിന്ന് കേരളം നേരിടുന്ന പെൻഷൻ പ്രശ്നത്തെയും കേരളം നേരിടുന്ന ശമ്പളത്തിൻ്റെ പ്രശ്നത്തെയും ഒക്കെ തന്നെ കേരള സർക്കാരിൻ്റെ പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫുകാർക്ക്, ബി ജെ പിക്ക് സഹായകരമായ നിലപാടെടുക്കുന്ന യു ഡി എഫുകാർക്കുള്ള ഒരു മറുപടി കൂടിയായിരിക്കും കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ്. ആത്മവിശ്വാസം. എനിവേ, അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. താങ്ക് യു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പ്രിൻറ്റു മഹാദേവൻ, നൗഷാദ് അലി ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള